കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനാചരണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായിരുന്നു. അന്ന് സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ ഇടപെട്ട് ചട്ടവിരുദ്ധമായാണ് പൊതുപരിപാടി നടത്തുന്നത് എന്നാരോപിച്ച് ഗവർണർ വേദിയിൽ ഇരിക്കുന്ന സമയത്തു തന്നെ ഇമെയിൽ സന്ദേശത്തിലൂടെ പരിപാടി അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു. ഗവർണർ വേദിയിൽ ഇരിക്കുമ്പോൾ രജിസ്ട്രാർ കാണിച്ച ഈ ധിക്കാരപരമായ നടപടിക്കെതിരെ രാജ്ഭവൻ വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. അതിൻ പ്രകാരം ഇന്നലെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ചാൻസലർ കൂടിയായ ഗവർണറുടെ പരിപാടിയുമായി നടന്ന അനാവശ്യ ഇടപെടലിലൂടെ രജിസ്ട്രാർ കാണിച്ച അനാദരവ് ചർച്ചയാവുകയായിരുന്നു. ജൂൺ 25-നാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പരിപാടി നടക്കുന്ന സമയത്താണ് രജിസ്ട്രാർ പരിപാടി റദ്ദാക്കിയ മെയിൽ അയക്കുന്നത്. മുഖ്യാതിഥിയായ ഗവർണർ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് പരിപാടി ക്യാൻസൽ ചെയ്തു എന്നുള്ള ഇമെയിൽ സന്ദേശം രജിസ്ട്രാർ അയക്കുന്നത്. രജിസ്ട്രാറിന്റെ അതിരുവിട്ട ഈ പരാക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവൻ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് അനിൽകുമാറിന്റെ സസ്പെൻഷനിലേക്ക് നീങ്ങിയ കാര്യം. യൂണിവേഴ്സിറ്റിയുടെ ലിഖിതമായ നിയമപ്രകാരം സെനറ്റ് ഹാളിൽ മതപരമായ കാര്യങ്ങൾ നടത്തുവാനുള്ള അനുമതിയില്ല. പക്ഷേ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് നിരോധിക്കുവാൻ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ വ്യവസ്ഥയുമില്ല. ഏതെങ്കിലും ഒരു മതചിഹ്നത്തെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുവാൻ രജിസ്ട്രാറായ KS അനിൽകുമാറിന് സാധിച്ചില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അദ്ദേഹം മതമെന്ന് വിലയിരുത്തിയ ചിഹ്നം ഏതാണെന്നോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചിഹ്നം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആയത് എന്നോ വിശദീകരിക്കുവാനുള്ള തെളിവും രജിസ്ട്രാറുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. സസ്പെൻഷൻ ചെയ്യുവാനുള്ള നടപടി സർവകലാശാലയുടെ ചട്ടം 10-13 അനുസരിച്ചുള്ള VC-യുടെ പ്രത്യേക അധികാരപ്രകാരമാണ്. ഭാരതമാതയെക്കുറിച്ചുള്ള വിവാദമാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വഴിവെച്ചത്. ഒരുപക്ഷെ അതിൽ കണ്ട കാവിക്കൊടിയായിരിക്കാം രജിസ്ട്രാറുടെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള കാരണം. കാവി കണ്ടാൽ ഹാലിളകുന്ന ചില ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലുണ്ട്. ഈ സംഭവം സംസ്ഥാന ഗവൺമെന്റും ഗവർണർ ആർലേക്കറുമായുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ആർലേക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുകയും മീഡിയയ്ക്ക് മുമ്പിൽ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ആർലേക്കർ തികച്ചും വ്യത്യസ്തനാകുന്നത് തന്റെ തീരുമാനങ്ങൾ നിശബ്ദമായി നടപ്പാക്കുന്നതിലൂടെയാണ്. RSSന്റെ പ്രചാരകനായിരുന്ന ആർലേക്കർ പിന്നീട് BJP-യിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഗോവ മുഖ്യമന്ത്രി പരീഖറുടെ ഏറ്റവും അടുത്തയാളായിട്ടാണ്. പിന്നീട് ഗോവ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആർലേക്കറിലേക്ക് സംസ്ഥാന BJP അധ്യക്ഷ പദവിയും എത്തിച്ചേർന്നു. ഒരു വട്ടം അദ്ദേഹം ഗോവ സ്പീക്കറായിരുന്നു. രാഷ്ട്രീയത്തിൽ കൃത്യമായി പരിചയമുള്ള ആർലേക്കറിന് RSSൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രവർത്തന പരിചയം മുതൽക്കൂട്ടാണ്. നിശബ്ദനായി എന്നാൽ അതിശക്തമായി പ്രതികരിക്കുന്ന ഒരു ഗവർണറാണ് താനെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കുകയാണ്. ഒരു വേളയിൽ സംസ്ഥാനത്തിന് വേണ്ടി വാദിക്കുകയും കേന്ദ്രത്തിനോട് സംസാരിക്കുകയും ചെയ്ത ആളെ കൂടെ നിർത്തേണ്ടതിന് പകരം ഭാരത് മാത എന്ന ചിഹ്നത്തിന്റെ പ്രദർശനം ഏതോ കടുത്ത കുറ്റമാണെന്ന് വരുത്തി തീർത്ത് ആരൊക്കെയോ സുഖിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും നടത്തുന്ന ഈ പരാക്രമങ്ങൾ നിർത്തുന്നതാണ് സംസ്ഥാന സർക്കാരിനും അഭികാമ്യം. ഒരു രാഷ്ട്രീയക്കാരനായ ആർലേക്കറിലൂടെ സംസ്ഥാനത്തിന് നേടുവാനുള്ള ഒരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കുകയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചെയ്യേണ്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പോസിറ്റീവ് ആയി ചിന്തിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് പലപ്പോഴും അനുഭവപ്പെടുന്നു.